നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സ്റ്റാർ മാജിക്കിലൂടെയും കോമഡി സ്റ്റാർസിലൂടെയും എല്ലാം പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ താരമായിരുന്നു കൊല്ലം സുധി. വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു സുധിയുടെ മരണം. അദ്ദേഹത്തിന്റെ മരണശേഷം ഭാര്യ രേണുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി. അടുത്തിടെയും രേണുവിന്റെതിരെ കടുത്ത സൈബർ ആക്രമണവും നടന്നിരുന്നു. രേണു പങ്കുവയ്ക്കുന്ന റീൽ വീഡിയോകൾക്കും ഫോട്ടോഷൂട്ടുകൾക്കും എതിരെയാണ് വിമർശനങ്ങൾ വരുന്നത്. പലരും രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിക്കുന്നത്. ഇപ്പോഴത്തെ ഇത്തരം വിമർശനങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും എല്ലാം മറുപടി നൽകുകയാണ് രേണു. കിച്ചു എവിടെയാണെന്നും താൻ റീൽ ചെയ്യുന്നതിനോടുള്ള മകന്റെ പ്രതികരണം എന്താണെന്നും എല്ലാം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ രേണു പറയുന്നു. കിച്ചു പഠിക്കുകയാണ്, കൊല്ലത്താണ് പഠിക്കുന്നത്. ഫ്ലവേഴ്സ് അഡ്മിഷൻ എടുത്തു കൊടുത്തത്. അവന്റെ അച്ഛന്റെ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. അവധിക്ക് ഇവിടേക്ക് വരാറുണ്ട്, കുഞ്ഞിനെ കാണാറുമുണ്ട്. അവൻ വരുമ്പോൾ എനിക്ക് വേണമെങ്കിൽ സെൽഫി റീലും എടുക്കാം. ഞങ്ങളുടെ രീതി അതല്ല, അങ്ങനെ ഒരു ബന്ധമല്ല ഞങ്ങൾ തമ്മിൽ. അമ്മ മകൻ ബന്ധമാണ്. അവൻ കുഞ്ഞുമായി സെൽഫി എടുത്തു, എനിക്ക് വേണമെങ്കിൽ പോയി നിൽക്കാമായിരുന്നു. ഇനി സെൽഫി എടുത്താൽ പറയും ഷോ കാണിക്കാനാണെന്ന്. ഞാൻ അവനോട് പറയാറുണ്ട്, നീ എന്നെ നോക്കണ്ട, അനിയനെ നോക്കണമെന്ന്. അവൻ അത് എനിക്ക് ഉറപ്പും തന്നിട്ടുണ്ട്. ആദ്യമൊക്കെ നെഗറ്റീവ് കമന്റുകൾ കേൾക്കുമ്പോൾ അമ്മ ഇതൊക്കെ എന്തിനാണ് ചെവി കൊടുക്കുന്നതെന്ന് ചോദിക്കും. സത്യം പറഞ്ഞാൽ കിച്ചുവാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ പഠിപ്പിച്ചത്. അതെന്താണെന്ന് എനിക്ക് യാതൊരു ധാരണയുമില്ലായിരുന്നു. ഇപ്പോഴാണ് ഓരോന്ന് പഠിക്കുന്നത്. പണ്ട് ടിക്ടോക്കും റീലും ഒക്കെ എടുക്കുമ്പോൾ അവൻ പിന്തുണച്ചിരുന്നു. അന്ന് കൊച്ചല്ലായിരുന്നു. ഇപ്പോൾ വീഡിയോസ് ഒന്നും മൈൻഡ് ചെയ്യാറില്ല. ഷൂട്ടിനും നാടകത്തിനുമൊക്കെ പോകുമ്പോൾ ഞാൻ അവനോട് പറയാറുണ്ട്, നാടകമൊക്കെ എങ്ങനെ പോകുന്നുവെന്നൊക്കെ ചോദിക്കും. അത്രയേ ഉള്ളൂ. ഞാൻ കിച്ചുമായി വിഷമങ്ങളൊന്നും പങ്കുവയ്ക്കാറില്ല. അവൻ കുഞ്ഞുകുട്ടിയല്ലേ. രണ്ടാമത്തെ കുഞ്ഞിന് നല്ല പക്വതയുണ്ട്. അവൻ എന്നേക്കാൾ പക്വത ഉണ്ടെന്ന് എനിക്ക് വീട്ടുകാരൊക്കെ പറയും. എന്നെ വിഷമിപ്പിക്കാതിരിക്കാനാണ് അവൻ ഒന്നും സംസാരിക്കാത്തതെന്നാണ് തോന്നുന്നത്. ചിലപ്പോഴൊക്കെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ അവൻ ഓടി വന്ന് പറയും, അമ്മ എന്തിനാണ് വിഷമിക്കുന്നത്? ഞാനാണ് സുധി, ഞാൻ തന്നെയാണ് സുധി അച്ഛൻ. ഞാൻ മരിച്ചില്ലല്ലോ എന്ന് പറയും. ശരിയാണ്, അവൻ സുധിച്ചേട്ടനെ പോലെ തന്നെയാണ്. സംസാരവും രീതിയും ഒക്കെ സുധിച്ചേട്ടനെ പോലെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ മിനിയേച്ചർ പോലെയാണ്. സുധിച്ചേട്ടൻ മരണമൊക്കെ നേരത്തെ കണ്ടെന്ന് എനിക്ക് തോന്നും. കാരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ വിഷമിക്കേണ്ട, ഇവൻ ഉണ്ടല്ലോ എന്ന്. ഇവൻ ഞാൻ തന്നെയാണെന്ന്. കിച്ചുവിനും ഇത് അറിയാം. അവനും ഇത് കേട്ടിട്ടുണ്ട്. റിതിൽ വാവൂട്ടെ എന്ന് എന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. മനുഗോപുമായി ചെയ്ത ഫോട്ടോഷൂട്ട് വീഡിയോകളിലൂടെ കമന്റ് ഒന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. നാടകത്തിന്റെ തിരക്കായിരുന്നു. കമന്റുകൾ ബാധിക്കാറില്ല. പക്ഷെ തെറി പറയുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ ശക്തമായി തിരിച്ചു പറയാൻ തോന്നും. ഫോട്ടോ മാറ്റടി, പോയി ചാകടി എന്നൊക്കെയാണ് കമന്റുകൾ. കടുത്ത ബോഡി ഷേമിംഗ് കമന്റുകളും ഉണ്ടാകാറുണ്ട്. ഹാൻസ് വായി നിന്ന് മാറ്റടി എന്നൊക്കെ പറയും. ഇതിനൊക്കെ ചുട്ട മറുപടി കൊടുക്കാറുണ്ട്. കാരണം ക്ഷമയുടെ നെല്ലിപ്പലകയല്ല കണ്ടതാണ്. എലിയ പല്ലിയ എന്നൊക്കെ പറയും. ആയിക്കോട്ടെ, അത് ജീവികളല്ലേ, ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയും. അവരെന്താ, മനുഷ്യരല്ലേ? എനിക്ക് അവരെ വളരെ ഇഷ്ടവും ബഹുമാനമാണ്. പെരുമ്പാവൂരിലെ ജിഷയുടെ അമ്മയെ പോലുണ്ടെന്നൊക്കെ വിമർശിക്കും. ഇതിലപ്പുറം കമന്റ് ഇട്ടാലും എനിക്ക് വിഷയമല്ല. പക്ഷേ തെറി പറയരുത്. ദാസേട്ടനുമായുള്ള വീഡിയോയിലൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ബ്രൈഡൽ ഷൂട്ട് വരുമ്പോൾ ആളുകളുടെ കമന്റ് കിച്ചുവിനെ അടിച്ചിറക്കുമോ എന്നതാണ്. സ്വന്തം കുഞ്ഞിനെ ആരെങ്കിലും അടിച്ചിറക്കുമോ? മനസ്സിൽ മഞ്ഞപ്പിത്തമുള്ളവർക്ക് കാണുന്നത് മഞ്ഞയെ തോന്നുന്നു. ഞാൻ ഇവിടെ വിവാഹം കഴിച്ചാലും ഇല്ലെങ്കിലും എന്താണ് പ്രശ്നം? എനിക്ക് ഈ പറയുന്നവരുടെ ഭർത്താക്കന്മാരെ വേണ്ട. ഒരു ഭാര്യമാരുടെ കുഞ്ഞുങ്ങളുടെ കണ്ണീർ വീഴ്ത്തിക്കൊണ്ട് എനിക്ക് ഒന്നും വേണ്ട. ഞാൻ അങ്ങനെയുള്ളൊരു ആളുമല്ല. എന്തിനാണ് എന്റെ വിവാഹത്തെക്കുറിച്ച് ആലോചിച്ച് ആളുകൾ ടെൻഷൻ അടിക്കുന്നതെന്ന് ഇതുവരെ മനസ്സിലായിട്ടുമില്ല. ബോഡി ഷേമിംഗ് കമന്റുകൾ എന്റെ ആത്മവിശ്വാസം ഉയർത്തിയിട്ടേ ഉള്ളൂ. എന്നാൽ അഭിനയിച്ച് കാണിച്ചിട്ടേ ഉള്ളൂ എന്ന തോന്നൽ വരും. ഓരോ വിമർശനങ്ങളും എനിക്ക് അടുത്ത റീൽ ചെയ്യാനുള്ള കരുത്താണ്. ഞാൻ ഏവിയേഷൻ സ്റ്റുഡന്റ് ആയിരുന്നു. എയർ ഇന്ത്യയിലേക്ക് എന്റെ ട്രെയിനിങ് കഴിഞ്ഞതാണ്. നെടുമ്പാശ്ശേരിയിൽ ഗ്രൗണ്ട് സ്റ്റാഫ് എനിക്ക് ജോലിയും കിട്ടിയതാണ്, നല്ല ശമ്പളത്തിൽ. എന്നാൽ കിച്ചുവാണ് സുധിയേട്ടനോട് പറഞ്ഞത്, അമ്മയെ നമുക്ക് ഇപ്പോഴല്ലേ കിട്ടിയത്, അമ്മ നമ്മുടെ കൂടെ തന്നെ നിൽക്കണം, വിടേണ്ട എന്ന്. ആ കുട്ടിക്ക് വേണ്ടിയാണ് ഞാൻ ജോലിയൊക്കെ വേണ്ടെന്ന് വെച്ചത്. ഞാൻ നന്നായി ഒരുങ്ങാറുള്ള ആളായിരുന്നു. ഇപ്പോൾ ഒരുങ്ങുമ്പോൾ വിമർശനം വരും. സുധിച്ചേട്ടൻ മരിച്ച ദിവസത്തെ നിന്നെ കണ്ടതാടി എന്ന് പറയും. സുധിച്ചേട്ടൻ മരിച്ചു കിടക്കുമ്പോൾ ഞാൻ ബ്യൂട്ടി പാർലറിൽ പോകണമായിരുന്നു. അന്നത്തെ ദിവസം എനിക്ക് ഓർമ്മ പോലുമില്ല. അദ്ദേഹം മരിച്ചു കിടക്കുമ്പോൾ ഞാൻ ഒരുങ്ങിയിരിക്കണമെന്നായിരുന്നു. അതല്ലേ ഞാൻ എപ്പോഴും ഇതുപോലെ തന്നെ ഇരിക്കണമെന്നാണോ? അതാണോ എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെ? പണ്ട് മുതൽക്കേ ഞാൻ ലിപ്സ്റ്റിക് ഇടാറുണ്ട്. സുധിച്ചേട്ടനാണ് എനിക്കത് വാങ്ങി തരാറുള്ളത്. അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് ഇവന്റ് മാനേജ്മെന്റ് പരിപാടികൾക്കൊക്കെ വെൽക്കം ഗേളായി ഞാൻ പോകാറുമുണ്ടായിരുന്നു. സുധിച്ചേട്ടൻ മരിച്ചിട്ട് 2 വർഷമാകാറായി. ഞാൻ മുൻപത്തെ പോലെ തന്നെ ജീവിക്കണമെന്നാണോ? ഞാൻ ജീവിതം തിരിച്ചു പിടിച്ചത് അംഗീകരിക്കുകയല്ലേ വേണ്ടത്? അടുത്തിടെ ഞാൻ ഒരു പരിപാടിക്ക് പോയപ്പോൾ ഒരാൾ ചോദിച്ചു, സുധിച്ചേട്ടൻ മരിച്ചിട്ട് 6 മാസമായോ എന്ന്. സുധിച്ചേട്ടനെ കണ്ടതു മുതൽ അദ്ദേഹം മരിക്കുന്നത് വരെയുള്ള ഓരോന്നും എന്റെ മനസ്സിൽ മായയുടെ കിടപ്പുണ്ട്. അതെനിക്കറിയാം. എല്ലാവർക്കും അത് അറിയില്ലെന്നത് എന്റെ കുഴപ്പമല്ല എന്നും രേണു പറയുന്നു. രേണു വിവാഹവേഷത്തിൽ മനുഗോപിനാഥുമായി പങ്കുവച്ച ചിത്രങ്ങളാണ് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് ഇടയാക്കിയത്. വൈറൽ ഫോട്ടോഷൂട്ടുകളുടെ രാജകുമാരനും റീൽസുകളുടെ രാജകുമാരിയും ഒരുമിച്ചു. രാജകുമാരന്റെ കൈകളിലേക്ക് പറന്നിറങ്ങിയ മാലാഖ. ഇനി അവൾ സുരക്ഷിതമായി എന്നോടൊപ്പം ഇരിക്കട്ടെ. ഇത് ഞങ്ങളുടെ പ്രണയം തുളുമ്പുന്ന കുറച്ച് നല്ല ചിത്രങ്ങളാണ്. ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാകും എന്ന് ഞങ്ങൾക്ക് 2 പേർക്കും അറിയാം. ഈ ചിത്രങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്നറിയാൻ ഇതേ തുടർന്ന് വരുന്ന ഞങ്ങളുടെ ചാനൽ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടാൽ മതി. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും തുടർന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ നല്ല ദിവസത്തിനൊപ്പം നിന്നവർക്കൊക്കെ 1000 നന്ദി.
രാജകുമാരന്റെയും രാജകുമാരിയുടെയും ജീവിതയാത്ര ഇവിടെ തുടരുന്നു. സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം മനു ഗോപിനാഥ് എന്നാണ് വിവാഹവേഷത്തിലുള്ള ചിത്രങ്ങൾ പങ്കുവച്ച് മനു ഗോപിനാഥ് കുറിച്ചിരുന്നത്. എന്നാൽ കുറച്ചു ദിവസങ്ങൾ കൊണ്ട് തങ്ങൾക്കുണ്ടായ സൈബർ ആക്രമണങ്ങളിൽ തളർന്നുപോയെന്ന് മനു ഗോപിനാഥ് പറഞ്ഞിരുന്നു. ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിയെന്നും ഈ സമയം മറികടക്കാൻ സാധിച്ചത് എങ്ങനെയെന്ന് അറിയില്ലെന്നും ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പങ്കുവച്ചിരുന്നു. തന്റെ ഫോട്ടോയുടെ താഴെ വരുന്ന കമന്റുകൾ എന്റെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നു. എല്ലാവർക്കും മറുപടി തരാൻ സാധിക്കാത്തത് കൊണ്ടാണ് തിരിച്ചു ഞാൻ മെസ്സേജുകൾ അയക്കാത്തത്. പിന്നെ ഇത്രയും കൂടുതൽ ആളുകൾക്ക് മെസ്സേജ് അയക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. കടുത്ത ഡിപ്രഷനിലേക്കാണ് എന്റെ യാത്രയെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഞാനൊരു കൺസൾട്ടന്റ് കോളേജിസ്റ്റ് ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇതിനകം ആത്മഹത്യ ചെയ്യുമായിരുന്നു. തിരികെ ജീവിതത്തിലേക്ക് നടന്നു കയറാൻ സമയമെടുക്കുമെന്നറിയാം. ഭ്രാന്തമായ ഈ അവസ്ഥയിൽ നിന്നും ഞാൻ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. എനിക്ക് മനോബലം തന്ന് എന്റെ ഒപ്പം നിന്നവർക്ക് 1000 നന്ദി. അഖിൽ മാരാരുടെ വാക്കുകൾ എന്നെ വല്ലാതെ സ്വാധീനിച്ചതുപോലെ എനിക്ക് തോന്നി. അദ്ദേഹം പറഞ്ഞത് പല കാര്യങ്ങളും ശരിയാണ്. മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനമെന്ന ശ്രീകൃഷ്ണന്റെ വാക്കുകൾ ഓർക്കാൻ ഞാൻ ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നു. എന്നെ സപ്പോർട്ട് ചെയ്തവരെ പോലെ തന്നെ എന്നെ കുറ്റം പറഞ്ഞവർക്കും നെഗറ്റീവ് കമന്റ് എഴുതി അയച്ചവർക്കും ഒരുപാട് നന്ദി. എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ തന്നെ നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും തുടർന്നും എനിക്ക് വേണം. എന്റെ മനസ്സ് ശാന്തമാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്നേഹപൂർവ്വം നിങ്ങളെ സ്വന്തം ഡോക്ടർ മനു ഗോപിനാഥൻ എന്നും പറഞ്ഞാണ് മനു ആ കുറിപ്പ് അവസാനിപ്പിച്ചത്. You're watching me on metromatney.com. On metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.